എഡ്യൂഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC ഇന്ന് 11/5/2026 നടത്തിയ അറ്റൻഡർ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ചോദ്യപേപ്പർ കോഡ് 46/2026. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യൻ ഭരണഘടന കരട് സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്? ഓപ്ഷൻ ബി 1946 ഡിസംബർ 9. ഭരണഘടനയുടെ 368 വകുപ്പ് പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്തുവാനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ എ പാർലമെന്റ്. നിലവിലെ മൗലികാവകാശങ്ങളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ബി 6. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തത്? ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തിനെതിരെ മിശ്രഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ? ഓപ്ഷൻ സി സഹോദരൻ അയ്യപ്പൻ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷൻ സി കെ കേളപ്പൻ. കുളച്ചൽ യുദ്ധം നടന്ന വർഷം? ഓപ്ഷൻ എ 1741. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം? ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ ബി വക്കം മൗലവി. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സംഘടന സ്ഥാപിച്ചത്? ഓപ്ഷൻ സി ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി അരുണ അസഫ് അലി. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ 1D 2C 3A 4B. ചമ്പാരൻ സത്യാഗ്രഹം 1917, നിസ്സഹകരണ സമരം 1920, ഉപ്പു സത്യാഗ്രഹം 1930, ക്വിറ്റ് ഇന്ത്യ സമരം 1942. ഏത് സംസ്ഥാനത്തിൻ്റെ തനത് കലാരൂപമാണ് കഥക്? ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് വർഷം? ഓപ്ഷൻ ബി 1905 ഓഗസ്റ്റ് 7. ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിൻ്റെ വേദി? ഓപ്ഷൻ സി റഷ്യ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻ ഫീൽഡ് വിമാനത്താവളം? ഓപ്ഷൻ ബി കെമ്പേഗൌഡ വിമാനത്താവളം. താഴെ തന്നിരിക്കുന്ന വാക്യങ്ങൾ ഏത് സ്വതന്ത്ര സമരസേനാനിയുടെ മരണത്തെക്കുറിച്ചാണ് നെഹ്റു പ്രതിപാദിച്ചിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞുപോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഓപ്ഷൻ സി മഹാത്മാഗാന്ധി. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു 1966 ജനുവരി 10 നിലവിൽ വന്ന തഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചത്? ഓപ്ഷൻ ബി ഇന്ത്യയും പാകിസ്ഥാനും. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിന് ലയനക്കരാർ രൂപീകരിച്ചു. ഈ ലയനക്കരാറിന് രൂപം നൽകിയ വ്യക്തികൾ ആരെല്ലാം? ഓപ്ഷൻ സി 1 4. സർദാർ വല്ലഭായ് പട്ടേൽ, VP മേനോൻ. ഏത് വിദേശ രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ബൊക്കാറോയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിതമായത്? ഓപ്ഷൻ ഡി സോവിയറ്റ് യൂണിയൻ. 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ഗുൽസാരിലാൽ നന്ദ. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഓപ്ഷൻ സി ശ്രീ ഗ്യാനേഷ് കുമാർ. മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ഓപ്ഷൻ ബി ഷാജി N കരുൺ. ഇന്ത്യയിൽ ഖാരിഫ്, റാബി, സയ്ദ് എന്നീ 3 കാർഷിക കാലങ്ങളാണുള്ളത്. ഈ കാർഷിക കാലങ്ങളുടെ സവിശേഷതകളാണ് ചൂണ്ടി തന്നിരിക്കുന്നത്. ഇവയിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ എ 1 2 ശരി. തെക്ക് പടിഞ്ഞാറൻ മൺസൂണോട് ചേർന്ന് വരുന്നതാണ് ഖാരിഫ്. ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സയ്ദ്. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്?
ഓപ്ഷൻ ബി 3ഉം 4ഉം. പാകിസ്ഥാൻ, ഭൂട്ടാൻ, മ്യാൻമാർ, അഫ്ഗാനിസ്ഥാൻ, ചൈന, ബംഗ്ലാദേശ്, നേപ്പാൾ, പാകിസ്ഥാൻ. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായവ കണ്ടെത്തുക. ഇന്ത്യയിൽ എക്കൽ മണ്ണ് ധാരാളമായി കാണപ്പെടുന്നത് ഉത്തര മഹാസമുദ്ര പ്രദേശത്താണ്. ഥാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. ഇന്ത്യൻ പീഠഭൂമി പ്രദേശത്ത് കൂടുതലായി കാണപ്പെടുന്നത് ചുവന്ന മണ്ണാണ്. പശ്ചിമഘട്ട പർവ്വതനിരകൾ തമിഴ്നാട് മുതൽ ഒറീസ വരെ നീണ്ടുകിടക്കുന്നു. തെറ്റായത് കണ്ടെത്തുക. നമ്മുടെ റെഫറൻസുകൾ പ്രകാരം 4ാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റായ പ്രസ്താവന. ഇത് ഓപ്ഷൻസിൽ അവൈലബിൾ അല്ലാത്ത കാരണം PSCയുടെ ആൻസർ കീക്കായിട്ട് വെയിറ്റ് ചെയ്യാം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരകൾ ഏതാണ്? ഓപ്ഷൻ സി ആരവല്ലി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ഫലഭൂയിഷ്ഠമായ മണ്ണ്, നദികളാൽ ജലസമൃദ്ധം, നിരപ്പാർന്ന ഭൂപ്രദേശം, ജനനിമിടം. സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ ബി ഇവയൊന്നും അല്ല. തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും ഉത്തരേന്ത്യൻ സമുദ്രങ്ങളുടെ സവിശേഷതകൾ ആണ്. 2025 ICC വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആര്? ഓപ്ഷൻ ബി ഹർമൻപ്രീത് കൗർ. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ ഡി മോഹൻലാൽ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരെന്ത്? ഓപ്ഷൻ ബി എൻ്റെ കേരളം എന്നും സുന്ദരം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ISRO ബഹിരാകാശ യാത്രികൻ ആരാണ്? ഓപ്ഷൻ എ ശുഭാൻഷു ശുക്ല. പശ്ചിമഘട്ട പർവ്വതനിരകൾ കേരളത്തിൻ്റെ ഏത് ദിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ കിഴക്ക്. നദികളും അവയുടെ ഉദ്ഭവസ്ഥാനങ്ങളുമാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇവയിൽ ശരിയല്ലാത്തത് എടുത്തെഴുതുക. നെയ്യാർ അഗസ്ത്യമല, പെരിയാർ ശിവഗിരിമല, ഭാരതപ്പുഴ ആനമല, പമ്പ നീലഗിരി. ശരിയല്ലാത്തത് എടുത്തെഴുതുക. ഓപ്ഷൻ സി 4 മാത്രം. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഓപ്ഷൻ ഡി പ്രസ്താവനകൾ 1, 4 ശരിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ജലവൈദ്യുതിയാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളത് ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഓപ്ഷൻ ബി ആലപ്പുഴ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മേൽനോട്ടം വഹിക്കുന്ന സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിൻ്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക. ഓപ്ഷൻ സി 1A, 2D, 3B, 4C. സുഭോജനം. ശുചിത്വമുള്ളതും സംരക്ഷിതവുമായ ഭക്ഷണ വിതരണം ഉറപ്പാക്കുക. ആശ്വാസ്. വൃക്കരോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സ. ഇനി ഞാൻ ഒഴുകട്ടെ. നീർച്ചാലുകളുടെ ജനകീയ വീണ്ടെടുപ്പ്. പച്ചത്തുരുത്ത്. തരിശു സ്ഥലങ്ങൾ കണ്ടെത്തി സ്വാഭാവിക ജൈവ വൈവിധ്യ പ്രദേശങ്ങളായി മാറ്റി സംരക്ഷിക്കുക. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് വന്യജീവി സങ്കേതത്തെക്കുറിച്ചുള്ളതാണെന്ന് കണ്ടെത്തുക. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പീരുമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. മംഗളാദേവി ക്ഷേത്രം ഈ വന്യജീവി സങ്കേതത്തിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. ഓപ്ഷൻ ബി പെരിയാർ വന്യജീവി സങ്കേതം. കേരള തീരത്ത് നിന്നും ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം. ഓപ്ഷൻ എ മത്തി. കേരളത്തിൽ റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ലകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി 1, 2 വയനാട്, ഇടുക്കി. 2025 അധ്യയന വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരം. ഓപ്ഷൻ സി സഞ്ജു സാംസൺ. വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതെല്ലാം? ഓപ്ഷൻ സി 1, 2, 3 ആലപ്പുഴ, എറണാകുളം, കോട്ടയം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ സി 1, 3
തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ അയോണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത നിലയത്തിൽ ആണ്. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നഞ്ചിയമ്മയ്ക്ക് ലഭിച്ചത് 2021 സതി എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് അമൃത ഷേഗിലാണ്. കേരളത്തിലെ അമൃത ഷേഗിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചിത്രകാരിയാണ് TK പത്മിനി. ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ എ 1, 2. ജ്ഞാനപീഠ പുരസ്കാരത്തെ സംബന്ധിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ജി ശങ്കരക്കുറുപ്പിന് ശേഷം ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളിയാണ് തകഴി ശിവശങ്കരപ്പിള്ള. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആശാപൂർണ ദേവിയാണ്. ജ്ഞാനപീഠ പുരസ്കാരവും മൂർത്തിദേവി പുരസ്കാരവും നേടിയ മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ബി 1 മാത്രം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. 2008 നവംബറിൽ മുംബൈയിൽ പാകിസ്ഥാൻ തീവ്രവാദികളുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച രാജ്യം അശോക ചക്ര നൽകി ആദരിച്ച ധീരസൈനികനായിരുന്നു പാലക്കാട് സ്വദേശിയായ സന്ദീപ് ഉണ്ണികൃഷ്ണൻ. 1999 കാർഗിൽ യുദ്ധകാലത്ത് വീരമൃത്യു വരിച്ച് രാജ്യം വീർ ചക്ര നൽകി ആദരിച്ച ധീരസൈനികനായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ ജെറി പ്രേംരാജ്. 1999 കാർഗിൽ യുദ്ധകാലത്തെ പ്രവർത്തനങ്ങൾക്ക് വീർ ചക്ര നൽകി രാജ്യം ആദരിച്ച ധീരസൈനികനായിരുന്നു എറണാകുളം സ്വദേശിയായ ആർ വിശ്വനാഥൻ. 2024 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ യഥാക്രമം പ്ലെയർ ഓഫ് ദി സീരീസ്, പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരങ്ങൾ ആരെല്ലാം? ഓപ്ഷൻ എ ജസ്പ്രീത് ബുംറ, വിരാട് കോഹ്ലി. 2023 നൊബേൽ സമ്മാനം നേടിയവരുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവയിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ സി 1, 3. യാൻ ഫോസ്റ്റേ സാഹിത്യം, നോർവീജിയൻ നാടകകൃത്ത്. ക്ലൗഡിയ ഗോൾഡിൻ സാമ്പത്തിക ശാസ്ത്രം, US സാമ്പത്തിക ശാസ്ത്രജ്ഞ. ലോകത്തെ വലിയ സാമ്പത്തിക ശക്തികളുടെ കൂട്ടായ്മയായ G20യുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. ആസ്ഥാനമില്ല. അധ്യക്ഷസ്ഥാനം ഓരോ 5 വർഷം ഓരോ അംഗരാജ്യത്തിനും മാറി മാറിയെത്തും. G20 സംഘാടകരെ ഷെർഷ എന്നാണ് വിളിക്കുക. ശരിയല്ലാത്തവ കണ്ടെത്തുക. ഓപ്ഷൻ എ 2, 3. റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യം? ഓപ്ഷൻ എ ഓപ്പറേഷൻ ഗംഗ. കേരളത്തിൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ജില്ലയാണ് ആലപ്പുഴ. 2019 ഓഗസ്റ്റ് 8 പാലക്കാട് ജില്ലയിലെ പുത്തുമലയിൽ ഉരുൾപൊട്ടലുണ്ടായി. 2020 ഓഗസ്റ്റ് 6 ഇടുക്കി ജില്ലയിലെ പെട്ടിമുടിയിൽ ഉരുൾപൊട്ടലുണ്ടായി. ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ എ എല്ലാം ശരിയാണ്. ചുവടെ പറയുന്നവയിൽ കായിക പ്രജനനം, ലൈംഗിക പ്രത്യുൽപാദനം എന്നീ 2 രീതിയിലും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യം? ഓപ്ഷൻ സി മുരിങ്ങ. ദഹനരസങ്ങളുടെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? ഓപ്ഷൻ ബി 1, 3 ശരിയാണ്. കരൾ പിത്തരസം, ആഗ്നേയഗ്രന്ഥി ആഗ്നേയ രസം. അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്ന കണ എന്ന രോഗം ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? ഓപ്ഷൻ ഡി വിറ്റാമിൻ ഡി. ചില ആഹാരബന്ധങ്ങൾ ചൂടെ ചേർക്കുന്നു. ഇവയിൽ തെറ്റായത് കണ്ടെത്തുക. ഓപ്ഷൻ ബി. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനമായ മണ്ണുത്തി ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ തൃശ്ശൂർ. പവിത്ര, അന്നപൂർണ എന്നിവ ഏത് വിളയുടെ സങ്കരയിനം വിത്തുകളാണ്? ഓപ്ഷൻ സി നെല്ല്. കേരളത്തിൽ ഏത് വന്യജീവിയുടെ ആക്രമണത്തിലാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ജീവഹാനി നേരിട്ടിട്ടുള്ളത്? ഓപ്ഷൻ എ കാട്ടാന. ആഗോള കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ തലവൻ? ഓപ്ഷൻ ബി ലിയോ 14. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിന് എതിരായി ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷൻ്റെ പേര്? ഓപ്ഷൻ ഡി ഓപ്പറേഷൻ സിന്ദൂർ.
അലൂമിനിയത്തിൻ്റെ അയിരേത്? ഓപ്ഷൻ എ ബോക്സൈറ്റ്. പ്രകാശം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏത്? ഓപ്ഷൻ സി ശൂന്യത. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം ഏത്? ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ്. ശബ്ദ തീവ്രത അളക്കുന്നത് ഏത് യൂണിറ്റിലാണ്? ഓപ്ഷൻ സി ഡെസിബൽ. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി നിർമ്മിച്ച ഡാമുകളിലെ റിസർവോയറുകളിൽ ജലം സംഭരിച്ച് നിർത്തിയിരിക്കുന്നു. ഈ സംഭരണിയിലെ ജലത്തിൻ്റെ ഊർജം ഏതാണ്? ഓപ്ഷൻ ഡി സ്ഥിതികോർജം. നാം കഴിച്ച ഭക്ഷണത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നത് ഡാഷിൽ വച്ചാണ്. അവയവം തിരിച്ചറിയുക. ഓപ്ഷൻ ബി ചെറുകുടൽ. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നതാണ് പ്രമേഹം. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് എത്ര? ഓപ്ഷൻ ഡി 70 to 110 mg/100 ml. സ്ത്രീ സുരക്ഷ ലക്ഷ്യമാക്കി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ഓപ്ഷൻ എ നിർഭയ. നൽകിയിരിക്കുന്നവയിൽ വായുജന്യ രോഗങ്ങൾ ഏതെല്ലാം? കോളറ, ചിക്കുൻഗുനിയ, ചിക്കൻ പോക്സ്, ക്ഷയം. ഓപ്ഷൻ ഡി ക്ഷയം, ചിക്കൻ പോക്സ്. എയ്ഡ്സ് ബാധയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് അവയിൽ നിന്നും തെറ്റായവ കണ്ടെത്തുക. HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധം HIV പകരാനിടയാക്കുന്നു. ഒരുമിച്ച് HIV ബാധിതരുമായി താമസിച്ചാലും ഭക്ഷണം പങ്കിട്ടാലും HIV ബാധ ഉണ്ടാവാം. ഹസ്തദാനം, ചുമ, തുമ്മൽ, ശൗചാലയങ്ങൾ പങ്കിടൽ എന്നിവയിലൂടെയും HIV പകരാം. HIV ബാധിതർ ഉപയോഗിച്ച സൂചി, സിറിഞ്ച് എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ രോഗം പകർച്ചയുണ്ടാകാം. തെറ്റായവ കണ്ടെത്തുക. ഓപ്ഷൻ ബി 2ഉം 3ഉം. വവ്വാലുകളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരാവുന്ന ഒരു രോഗം? ഓപ്ഷൻ എ നിപ്പ. കുഷ്ഠരോഗം കുട്ടികളിൽ രോഗാരംഭത്തിൽ തന്നെ കണ്ടെത്തി രോഗനിവാരണം വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച സർക്കാർ പദ്ധതിയാണ് ഓപ്ഷൻ ഡി ബാലമിത്ര. നമുക്ക് വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനാവശ്യമായ ഊർജം ഭക്ഷണത്തിലെ പോഷക ഘടകമായ ധാന്യത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. കൂടുതൽ ധാന്യമടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളാണ് ഓപ്ഷൻ എ അരി, ഗോതമ്പ്, കപ്പ. COVID-19 ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ 1, 2, 3 ശരി. COVID-19 കാരണം കൊറോണ വൈറസാണ്. കോവിഷീൽഡ്, കോവാക്സിൻ എന്നീ വാക്സിനുകൾ ഈ രോഗത്തിനെതിരായി രോഗം വരുന്നത് തടയാൻ ഉപയോഗിച്ച വാക്സിനുകളാണ്. കോവിഡുമായി ബന്ധപ്പെട്ട പരിശോധനയാണ് RT-PCR. നൽകിയിരിക്കുന്നവയിൽ ഒറ്റപ്പെട്ടത് ഏത്? BCG, ECG, OPV, MMR. ഒറ്റപ്പെട്ടത് ഓപ്ഷൻ ബി ECG. കൊഴുപ്പിൽ ലയിക്കാത്ത വിറ്റാമിൻ ഏതാണ്? ഓപ്ഷൻ എ വിറ്റാമിൻ സി. മൂത്രാശയ രോഗങ്ങളുടെ കാരണം. നൽകിയിരിക്കുന്ന കാരണങ്ങൾ വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 1, 2, 3 ശരി. മൂത്രശങ്ക ഉണ്ടാകുമ്പോൾ മൂത്രമൊഴിക്കാത്തത്, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാത്തത് മൂലം വൃത്തിശീലങ്ങളിലെ പോരായ്മ. ഏറെ നാൾ മണ്ണിൽ കിടന്നാൽ പോലും നശിക്കാത്തതും ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയതുമായ അവയവങ്ങളാണ് പല്ലുകൾ. എന്നാൽ അവ വായ്ക്കുള്ളിൽ വച്ച് തന്നെ നശിക്കുന്നതിന് കാരണക്കാർ ഡാഷാണ്. ഓപ്ഷൻ എ ബാക്ടീരിയകൾ. കൊതുകുജന്യ രോഗം, ശക്തമായ പനി, അസഹ്യമായ തലവേദന, കണ്ണുകൾക്ക് പിന്നിൽ വേദന, നെഞ്ചിലും മുഖത്തും ചുവന്ന പാടുകൾ. ഗുരുതരാവസ്ഥയിൽ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറഞ്ഞ് മരണം സംഭവിച്ചേക്കാം. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പനിയുടെ ലക്ഷണങ്ങളാണിവ. പനി ഏതാണ്? ഓപ്ഷൻ സി ഡെങ്കിപ്പനി. അടുത്തായി മാത്സ് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നോക്കാം. 81 ഓപ്ഷൻ എ 52, 82 ഓപ്ഷൻ ബി 7, 83 ഓപ്ഷൻ ഡി 51, 84 ഓപ്ഷൻ എ 12 സെക്കൻഡ്, 85 ഓപ്ഷൻ ബി 45, 86 ഓപ്ഷൻ ബി 1.3 മീറ്റർ, 87 ഓപ്ഷൻ ഡി 6, 88 ഓപ്ഷൻ ഡി 5/36, 89 ഓപ്ഷൻ എ 2, 90 ഓപ്ഷൻ ഡി
3750. 91. ഓപ്ഷൻ ഡി 40. 92. ഓപ്ഷൻ എ 21. 93. ഓപ്ഷൻ ബി 5225. 94. ഓപ്ഷൻ ബി 21. 95. ഓപ്ഷൻ സി 4. 96. ഓപ്ഷൻ ബി EXY. 97. ഓപ്ഷൻ ബി 42. 98. ഓപ്ഷൻ ബി 46. 99. ഓപ്ഷൻ എ 15. 100. ഓപ്ഷൻ സി 17. ഈ ചോദ്യപേപ്പറിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ കേരള PSC പബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരങ്ങളൊന്നുകൂടി കൺഫേം ചെയ്യാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.